പ്രവർത്തകർ, മുതിർന്ന നേതാക്കൾ എന്നിവരുടെ ഒക്കെ പങ്കാളിത്തം നമുക്ക് കാണാം. UDF ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പ്രവർത്തകരെ കൈവീശി കാണിക്കുന്നതിന്റെ തിരക്കിലാണ്. നമുക്ക് അവസാന നിമിഷം ഒരു പ്രതികരണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചേലക്കരയിലെത്തി അവിടെ രമ്യ ഹരിദാസിന്റെ പ്രചരണത്തിന് വലിയ ആവേശം പകർന്നിരുന്നു. രാഹുൽ എന്താണ് ഈ കാണുന്ന ആവേശം? പക്ഷെ ഇപ്പൊ ഒരു വലിയ മനുഷ്യക്കടൽ കാണാം. അത് സ്നേഹക്കടലാണ്. അത് വോട്ടാകും, മതേതരത്വത്തിന് ഉറപ്പുള്ള വോട്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ രാഹുലിന്റെ പ്രതീക്ഷ ഈ പാലക്കാട്ടെ മനുഷ്യക്കടൽ വോട്ടായി മാറും. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സുരേഷ് എം പി നമ്മോടൊപ്പം ചേർന്നു. ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. ഇത്ര ആവേശം എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരിടത്തും കണ്ടിട്ടില്ല. ചരിത്ര വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷവും BJPയും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായി ചുരുങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം നേരത്തെ ഉറപ്പായി കഴിഞ്ഞു. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് അത് ചരിത്ര ഭൂരിപക്ഷം നേടുന്നത്. ഉറപ്പിക്കുന്ന ഒരു ആൾക്കൂട്ടമാണല്ലേ? തീർച്ചയായിട്ടും വളരെ ആവേശമാണ്. ഇന്നേ വരെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്ത ആവേശമാണ്. കേരളം മൊത്തം ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നു. ഞാൻ അരുണിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ NDA ക്യാമ്പിലെ ആവേശത്തിലേക്ക് കൂടി നമുക്ക് പോകണം. അവിടെ കെ സുരേന്ദ്രനാണോ മത്സരിക്കുന്നതെന്ന് തോന്നിപ്പോകും. കെ സുരേന്ദ്രനെ എല്ലാവരും എടുത്തുയർത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ C കൃഷ്ണകുമാർ JCBയിൽ നമ്മൾ കണ്ടതാണ്. JCBയിൽ ഉയർത്തി സ്ഥാനാർത്ഥികളെ ഈ രീതിയിലുള്ള പ്രചരണം നമ്മൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പാലക്കാട് അത് പ്രതീക്ഷിക്കുന്നത് കൃഷ്ണകുമാറാണ്. വളരെ ഉയരത്തിൽ എല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനം അവരുടെ കൊടി ഉയർത്തി കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കെ സുരേന്ദ്രനെ പ്രവർത്തകരെല്ലാം എടുത്തുയർത്തുന്നത് കണ്ടിരുന്നു. കെ സുരേന്ദ്രനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയൊക്കെ ഉയർന്ന വിഷയങ്ങൾ നിരവധിയാണ്. സന്ദീപിന്റെ പാർട്ടി വിട്ടുള്ള പോക്ക് അതൊക്കെയും വിരൽ ചൂണ്ടുന്നത് കെ സുരേന്ദ്രനിലേക്കാണ്. അതുകൊണ്ട് തന്നെ ജയം അതിൽ കുറഞ്ഞൊന്നും സുരേന്ദ്രനും ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മുഖരക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് മുന്നണികൾ. എന്തായാലും വീറും വാശിയും ഏറെയാണ്. LDF ക്യാമ്പിലും നമുക്ക് നൃത്തവും ആവേശവും ഒട്ടും കുറവല്ല എന്ന് കാണാം. വലിയ ആവേശത്തിൽ പ്രവർത്തകർ, നേതാക്കന്മാർ തന്നെ ഡാൻസ് കളിച്ച് പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ചേരുകയാണ്. അൻവർ സാദത്ത് ആ രീതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ട് പ്രവർത്തകരെ ആവേശത്തിലാക്കുന്നത് നമ്മൾ കണ്ടു. എല്ലായിടത്തും ആ രീതിയിലുള്ള പ്രചരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആവേശം നമുക്ക് കാണാം. DJ ഉണ്ട്, ഒപ്പം ലേസർ ഷോ ഒക്കെ ഇതിന്റെ അകമ്പടിയായി തന്നെ ഉണ്ട്. എല്ലാ സാധ്യതകളും പരീക്ഷിക്കുകയാണ് മുന്നണികൾ. അരുൺ, അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോ? UDF ക്യാമ്പിലേക്ക് വരാം. NDA ക്യാമ്പിലെ ആവേശത്തിലേക്ക് ഞങ്ങളത് പോയതാണ് ഇടയ്ക്ക്.